അതായത് പൂർണ്ണ സമർപ്പണം, പൂർണ്ണമായിട്ടുള്ള ക്ഷമ. ക്ഷമ ഇത് രണ്ടും ഇല്ലാതെ ഈ ജോലി മുന്നോട്ട് കൊണ്ടുപോകാം. എളുപ്പമല്ല. ക്ഷമാശീലമുള്ളവന് മാത്രമേ ഒരു ആനയെ കൈകാര്യം ചെയ്ത് ഭംഗിയായ രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റും. ഇപ്പം എല്ലാവർക്കും പറ്റും, എല്ലാവരും കൊണ്ട് നടക്കുന്നുണ്ട്. അതിനൊന്നും ഒരു വിരോധമില്ല. പക്ഷേ ക്ഷമാശീലമില്ലാത്ത ഇതൊരു വന്യമൃഗമാണ്. അതൊരു വന്യത ഉള്ള ഒരു മൃഗമാണ് ആന. ആ ആനയെ സംബന്ധിച്ച് എപ്പോഴും ഏത് സമയത്തും ഏത് കാര്യങ്ങളും എന്ത് കാര്യങ്ങളും കാണിക്കാൻ കഴിവുള്ള ഒരു വസ്തുവാണ് ആന. അത് ഏത് സമയത്തും കാണിക്കാം. പക്ഷെ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറിയില്ല എങ്കിൽ ഒരു വർഷക്കാലം ഒരാനക്കാരൻ ഒരാനയിൽ നിന്നെങ്കിലേ അതിൻ്റെ ഏകദേശ രൂപങ്ങളും അതിൻ്റെ സ്വഭാവങ്ങളും എല്ലാം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആനക്കാരനും ആനയായിട്ട് അത്രയധികം ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഒരു അടിയോ ഇടിയോ ഒന്നും ഇതിലൊരു വിഷയമേ അല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ്, ഇപ്പം അന്ന് ആവശ്യത്തിന് ശിക്ഷണം വേണം. ഒരുപാട് ശിക്ഷണം കൊണ്ട് ഒരാനയും നന്നാകാൻ പോകുന്നില്ല. ഇപ്പം നമ്മളൊരു കുറച്ച് അധിക സമയം ഒരു ആനയോട് കുറച്ച് വർത്താനം പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും നമ്മളെ നഷ്ടപ്പെടില്ല. അത്രയും നമ്മൾ ആനയായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു വലിയ അവസരമാണ് ആന തരിക. പിന്നെ ഓരോ ആനകൾക്കും ഓരോ സ്വഭാവ രീതികളുണ്ട്. അതനുസരിച്ച് അതറിഞ്ഞ് പെരുമാറാൻ കഴിവുള്ള ഏതൊരാനക്കാരനും ഏതൊരാനയും ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇത്രയും കാലത്തിനോടുള്ള ആകമുള്ള അനുഭവം അത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച സംഭവം ഉണ്ടല്ലോ, ഇപ്പോൾ ഡിസ്കവറി ചാനൽ ഉൾപ്പെടെ ഡോക്യുമെൻ്റ് ചെയ്തൊരു സംഭവമാണത്. അതായത് ആനയാൽ കുത്തി പരിക്കേൽപ്പിക്കപ്പെട്ട് കുടൽ പുറത്തേക്ക് വന്ന് മരണത്തെ മുഖാമുഖം കണ്ട് തിരിച്ചു വന്ന ഒരാളാണ്. എന്തായിരുന്നു ശരിക്കും ആ സംഭവം? 1983 മെയ് 9-ാം തീയതിയാണ് എന്നെ ഈ ആന കുത്തി പരിക്കേൽപ്പിക്കുന്നത്. അതായത് ഏപ്രിൽ 25 വരെ ചെക്കിടിക്കാടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഈ മങ്കൊമ്പിനടുത്ത്. ചെക്കിടിക്കാട്ട് 7 ദിവസത്തെ പരിപാടിയും കഴിഞ്ഞ് വന്നിട്ടാണ് ആന ചെറിയനാട് ഉടമസ്ഥൻ്റെ അവിടെ ആന നിർത്തിയത്. സാധാരണ ഇവിടാണ് എൻ്റെ നാട്ടിലാണ് നിർത്തുക. ഇവിടെയാണ് ആന സ്ഥിരമായിട്ട് നിർത്തിക്കൊണ്ട് എഴുന്നേൽപ്പ് കഴിഞ്ഞ് അവിടെ കൊണ്ടുവന്ന് നിർത്തി. ആന നമ്മുടെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു, ദേവൻ എന്നാണ് അവൻ്റെ പേര്. അദ്ദേഹവും ഞാനുമായിട്ട് ആനയെ കൊണ്ടുവന്ന് കഴുകി കൊണ്ടുവന്ന് തറി കൊണ്ടുവന്ന് അന്ന് ഒറ്റയമരത്താണ് കെട്ടുക. ഈ നട പാറാക്കി കെട്ടുന്ന പരിപാടി അന്നില്ല. 83-ലെ കഥയാണ് ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആനയുടെ അമരം ചങ്ങല കൊണ്ട് തെങ്ങുമ്മേൽ കെട്ടി ഇടത്തെ അമരത്ത് കിടന്ന ഇട ഇവനെടുത്തു. ഞാൻ കയറഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഇട എടുത്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഇവനെ ആന അമരത്തിനടിച്ചു. ഇവൻ വീണു. അങ്ങോട്ട് ആന ചാടിപ്പോയ കൂട്ടത്തിൽ കയറയിലെ പിടുത്തമല്ലേ, ഞാൻ വീണുപോയി. പ്രതീക്ഷയില്ലാത്ത അതാണ് ആന ഏത് സമയത്തും വയലൻ്റ് ആകാതെ ഒരു വന്യമൃഗമാണ്. അതിനുദ്ദേശിക്കുന്നത് അതായത് അത് ഒരൊറ്റ മനസ്സോടുകൂടിയാണ് പെരുമാറുക. ആ പെരുമാറുന്നത് നമ്മൾ ഇത്രയും അതിനെ ശക്തിയിൽ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. നമ്മുടെ ജോലി അതിനെ സംബന്ധിച്ച് അതിൻ്റെ സ്വഭാവ രീതി അറിയുന്നതുകൊണ്ടാണ് നമുക്കതിനെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നത്. അല്ലാതെ അതിനെ പിടിച്ച് വലിച്ച് അത് അങ്ങോട്ട് വലിക്കുമ്പോൾ ഇങ്ങോട്ട് പിടിച്ച് വലിച്ച് നിർത്താൻ ഒരിക്കലും സാധ്യമല്ല. പിന്നെ അതിൽ നിസ്സാരപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഈ തോട്ടിക്ക് കൊത്തിച്ചോ അങ്ങനെയൊക്കെ നിർത്താവുന്ന അത് താൽക്കാലികമേ ഉള്ളൂ. അതൊരു വലിയൊരു വിപത്തിലേക്കാണ് ഇത് ഉദ്ദേശിച്ച് പോകുന്നെങ്കിൽ അതിലൊന്നും നിൽക്കത്തില്ല. ചെപ്പടി വിദ്യകളാണ് അതൊക്കെ. അത്രയേ ഉള്ളൂ. അത് താൽക്കാലികം മാത്രമേ ഉള്ളൂ. അങ്ങനെ ആനയെ അവിടെ കൊണ്ടുവന്ന് കെട്ടുന്ന സമയത്ത് ഇവനെ അടിച്ചിട്ടപ്പം ആന ഇവൻ്റെ അടുക്കലോട്ട് പോയപ്പം ഞാൻ കയറെ പിടിച്ചിരിക്കുക. ഞാൻ അങ്ങോട്ട് ചാടിപ്പോയത്, അതിൽ ഞാൻ വീണു. പിന്നെ എന്നെ അങ്ങോട്ട് കുത്തു തുടങ്ങി. അവനെ രക്ഷപ്പെടുകയും ചെയ്തു. അവനൊന്നും പറ്റിയിട്ടില്ല. ഒരു ഈർക്കിലിനടിച്ച് കുഴപ്പം പറ്റിയിട്ടില്ല. അങ്ങനെ ആന എന്നെ തട്ടിയിട്ട് കുത്തി എൻ്റെ മസിൽസ് എല്ലാം അങ്ങ് ഉടഞ്ഞിട്ട് ലാസ്റ്റ് ഇവിടെ ഈ 2 കൊമ്പും കയറി. ഈ വലത്തെ കൊമ്പ് ഈ വൈദ്യത്തും കയറി, ഇടത്തെ കൊമ്പ് പുറത്തൂടെ കയറി. ഞാൻ കൊമ്പിൻ്റെ ഇടയ്ക്ക് ജാമായിട്ട് ആന ഇങ്ങനെ കൊണ്ടു നടന്നു. ഈ കെട്ടിയിരിക്കുന്ന ബോധമുണ്ടോ? ബോധമുണ്ട്, എനിക്ക് നല്ല ബോധമുണ്ട്. കൊണ്ടുനടന്ന് ഈ കൊമ്പിൻ്റെ ഇടയ്ക്ക് ജാമായി കഴിഞ്ഞപ്പം ഇത് എന്നെ കുലുക്കിയിട്ട് തറയിലിട്ടിട്ട് തുടയ്ക്കൊരു കുത്തൂടെ കുത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്നത്തെ സമയത്ത് ഈ കൈയുള്ള ബനിയൻ, തോർത്ത്, ഈ വരയുള്ള നിക്കറിടുക, കെട്ട് നിക്കറ്, പിന്നെ കാവി കയ്യിൽ കൊടുക്കുക. ഈ കാവി കൈലി ഇടത്തോട്ട് മാറി നിന്നിട്ട് ഈ കാവി കൈലി എടുത്ത് വെച്ച് പിച്ച് കീറുക. അപ്പോഴാണ് എന്നെ ആൾക്കാരെടുത്ത് വന്നത്. അപ്പം ഈ കുടൽമാലയൊക്കെ പുറത്ത് കിടക്കുകയല്ലേ, എടുത്തുകൊണ്ട് ദൂരെ കൊണ്ടുവന്ന് കിടത്തി. എനിക്ക് ഉടനെ ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി വെള്ളം തരണം.
വെള്ളം ബക്കറ്റിനകത്താണ് കോരിക്കൊണ്ടുവരുന്നത്, തൊട്ടിക്കകത്ത് ഒരു കടക്കാരൻ. ആ തൊട്ടടുത്ത് ഇത് സംഭവിക്കുന്നത് ചെറിയനാട് എടമുറി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ്. ആനയുടെ ആദ്യത്തെ മൊടയുടെ ഒരു കാലഘട്ടം കൂടിയാണ്. ആ സമയത്താണ് ഇത് നടക്കുന്നത്. പക്ഷെ സംഭവം എനിക്ക് നല്ലവണ്ണം പരിക്ക് പറ്റി. ഈ കുഴൽമാലയൊക്കെ പോന്നു, ആൾക്കാരെടുത്തുകൊണ്ട് പോയി. ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി വെള്ളം വേണം, വീട്ടിലോട് അറിയിക്കരുത്, എന്നെ എങ്ങും കൊണ്ടുപോകണ്ട എന്നുമൊക്കെ പറഞ്ഞു. അപ്പം വെള്ളം കൊണ്ടുവന്ന് ഈ തൊട്ടിയോട് കൂടിയാണ് വായിലൊഴിക്കുന്നത്. ഒഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മൂക്കിൽ വെള്ളം കയറുന്നുണ്ട്, പതിയെ ഒഴിക്കുക ഒക്കെ പറഞ്ഞു. എന്നെ അവിടെ നിന്ന് 3-4 വാഹനങ്ങൾ നിർത്തി, കാറ്. ഒരാളും എന്നെ ആ വാഹനത്തെ കയറ്റാൻ തയ്യാറായില്ല. ചുരുക്കം കച്ചാലിമൂട്ടിലുള്ള ഒരു ഗോപി എന്നും പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പം ഈ നമ്മുടെ ഹെൽത്ത് സർവീസിലും മറ്റുമായിരുന്നു, ഇപ്പം റിട്ടയർ ചെയ്തു. അദ്ദേഹം മാലക്കര ആസ്പത്രിയിൽ പോയി കൊല്ലടവിലുള്ള ഒരു ഉടമസ്ഥൻ്റെ വണ്ടി, അംബാസഡർ കാറാണ്. ഇത് അവിടെ കൊണ്ടുചെന്ന് ഈ വീടിൻ്റെ താക്കോൽ ആസ്പത്രി വെച്ചിട്ട് പോരുന്നു. തിരിച്ച് രണ്ടാമത് എടുക്കാൻ പോയിട്ട് വരുമ്പോഴേ ഈ സംഭവം അദ്ദേഹത്തിൻ്റെ വണ്ടിയിലാണ് എന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജ്, അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നത്. എല്ലാവരും പറഞ്ഞു കോട്ടയത്ത് കൊണ്ടുപോകാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അന്ന് വഴിയൊക്കെ വളരെ മോശമാണ്, ദുർഘടമാണ്, അതുകൊണ്ട് നമുക്ക് ആലപ്പുഴയ്ക്ക് പോകാം. അങ്ങനെ മാവേലിക്കര ഹോസ്പിറ്റലിൽ കൊണ്ട് കയറ്റി. അപ്പോൾ എന്നെ വന്ന് പൾസൊക്കെ പിടിച്ച് നോക്കി. ഞാൻ പറഞ്ഞു എൻ്റെ ഡോക്ടർ എൻ്റെ വേദനയൊന്നും മാറ്റി തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്തോ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്രയും വേഗം എത്തിച്ചോ എന്നും പറഞ്ഞ് അങ്ങനെ അവരെന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടു. പിന്നെ ആലപ്പുഴ ഇവിടെയൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞപ്പം ആലപ്പുഴ ചെല്ലുന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. കാര്യം അതിൻ്റെ ആ ഫ്രണ്ടിൽ അന്ന് വണ്ടാനത്തല്ല, ആലപ്പുഴയാണ്. ആ പൈപ്പയിൽ ഈ വണ്ടി കയറുമ്പോൾ കിലുകിലോ എന്നുള്ള സൗണ്ട് കേട്ടിട്ട് ഞാൻ ആലപ്പുഴയാണെന്ന് അറിയുന്നത്. കണ്ണൂർ എൻ്റെ ശരീരം മുഴുവൻ നല്ല വേദനയാണ്, ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കിടത്തി. പിന്നെ എന്നെ ഓപ്പറേഷൻ കയറ്റി കഴിഞ്ഞ് എന്നെ ഈ ഇഞ്ചെക്റ്റ് ചെയ്തല്ലോ, എനിക്ക് എൻ്റെ ബോധം കെട്ടി കഴിഞ്ഞു. പിന്നെ എന്തുവാന്ന് എനിക്കറിയത്തില്ല. പിന്നെ അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു, സർജറിയൊക്കെ നടത്തി, കുടലൊക്കെ നല്ല രീതിയിൽ സർജറിയൊക്കെ നടത്തി. കുടലിടേണ്ട പൊസിഷനിൽ ഇട്ടില്ല, കിട്ടുമെന്നുള്ളൊരു ധാരണയിലല്ല അന്ന് ഡോക്ടർമാരത് ചെയ്തത്. അന്നുണ്ടായിരുന്നത് ഒന്ന് ആനന്ദൻ തമ്പി എന്നും പറഞ്ഞൊരു ഡോക്ടറും KY റോയി എന്നും പറഞ്ഞൊരു ഡോക്ടർ, NK വിജയൻ എന്ന് പറഞ്ഞ് ആ 3 ഡോക്ടർമാരും കൂടിയാണ് എൻ്റെ സർജറിയൊക്കെ നടത്തി. ഞാൻ അവർക്ക് തന്നെ അതിശയമായിപ്പോയി. ഞാൻ രക്ഷപ്പെടത്തില്ലെന്നുള്ള ധാരണയിൽ പോലീസിൽ, അവിടെ പോലീസുണ്ടല്ലോ, റിപ്പോർട്ട് ചെയ്തു. പിറ്റേ ദിവസം പത്രമെല്ലാം എഴുതി ഞാൻ മരിച്ചു പോയി എന്നും പറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്നെ വന്ന് കണ്ട് കോളറ പിടിപെട്ടു. അങ്ങനെ അതിൽ നിന്നും 5-ാമത്തെ ദിവസം രക്ഷപ്പെട്ട് 54 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് ആസ്പത്രിയിലെ ജീവിതമായിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. 6 മാസം വീട്ടിലിരുന്നു. 6-ാമത്തെ മാസം വീണ്ടും ആനപ്പണിക്ക് പോയി. പിന്നെ അത് തുടർന്ന് പോകുക തന്നെ, നിർത്തിയിട്ടേയില്ല. ഭഗവാന്റെ കൃപ കൊണ്ട് അതിനുള്ള ഒരു അവസരം എനിക്ക് ഭഗവാൻ തന്നിട്ടില്ല. ഭംഗിയായ രീതിയിൽ, അതിലും ഭംഗിയായ രീതിയിൽ ജോലിയെടുക്കാനുള്ള ഭാഗ്യം എനിക്ക് തന്നു, ആരോഗ്യം തന്നു. അസ്ഥിക്കോ കുടലിനോ എല്ലിനോ അല്ല മറ്റുള്ള അവയവങ്ങൾക്കൊന്നും ഒരു കുഴപ്പം പറ്റാഞ്ഞതുകൊണ്ട് ശരീരത്ത് കുറേ മുറിവ് പാടുകളൊക്കെ ഇന്നും അന്നും കാണാമെന്ന് മാത്രം അന്നത്തെ പരിക്കിലെ. അപ്പോൾ പിന്നെ അത് പ്ലാസ്റ്റിക് സർജറിയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു ഡോക്ടർ. ഡോക്ടർ പറഞ്ഞു വിജയന് ഇനി ഒരു വേദന അനുഭവിച്ചല്ലേ, ഇനി വേറൊരു വേദനയും കൂടെ വേണ്ട, അത് കാണാൻ ഭംഗിക്കുറവുണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. അങ്ങനെയാണ് എന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്യാതിരുന്നത്. അങ്ങനെ ഈ കുടലിടേണ്ട പൊസിഷനിലല്ല ഇട്ടത്. അപ്പോൾ അന്ന് പോന്നപ്പോൾ പറഞ്ഞു എന്നെ വല്ല ഈ സർജറിയൊക്കെ ഭംഗിയായിട്ട് നടത്തി, കുടലിടേണ്ട പൊസിഷനിലേക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ചെയ്തതല്ല. അതുകൊണ്ട് 2-ാമത്തെ വർഷം ആകുമ്പോഴത്തേക്ക് വിജയന് ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആനയായിട്ട് ഈ കൊറ്റംകുളങ്ങര ഭാഗത്തൊക്കെ, ആലപ്പുഴ കൊറ്റംകുളങ്ങര കേട്ടിട്ടുണ്ടോ? അറിയാം. കൊറ്റംകുളങ്ങര 2 അമ്പലമുണ്ട്, ഭഗവതിയും വിഷ്ണുവും. അവിടെ 18 ദിവസത്തെ പരിപാടിയാണ് 2 അമ്പലത്തിൽ. ഒരിടത്ത് 8 ദിവസവും ഒരിടത്ത് 10. അന്ന് പറയുള്ള സമയമാണ്. അന്ന് ഞാൻ വനമോഹൻ എന്നും പറഞ്ഞ ഒരു ആനയായിരുന്നു എൻ്റെ കയ്യിൽ. IRDP മാങ്കാങ്കുഴി കിട്ടിയ ഒരു ആന, കൃഷ്ണൻകുട്ടിക്ക് കിട്ടിയതാണ്. അത് എൻ്റെ കയ്യിലായിരുന്നു അത് ആ കൊല്ലം 84-ൽ. ഇങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ ഈ വയറ് വിശന്ന് കഴിഞ്ഞാൽ ഈ കുടൽ രണ്ടും കൂടെ ഒട്ടും, ഭയങ്കര വേദനയാണ്. വേദനയെന്ന് പറഞ്ഞാൽ നമ്മൾ തല കുത്തി നിന്നു അതേപോലത്തെ വേദന എടുക്കും. അങ്ങനെ ഇറക്കി എഴുന്നള്ളിച്ച് അന്ന് ഈ ഡോക്ടറെ കുറിച്ച് തന്ന്, ഇന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ബെറാൾഗിനെന്നും അത് കഴിക്കാൻ 2 ബിസ്ക്കറ്റും ഒക്കെ കഴിച്ച് കഴിയുമ്പം ഈ വയറ്റ് വേദന 1 മണിക്കൂർ കഴിയുമ്പോൾ അങ്ങ് മാറും. അങ്ങനെ കൊണ്ട് നടന്ന് 2-ാമത്തെ വർഷം എന്നെ കറക്റ്റ് ഓപ്പറേഷൻ അവിടെ ആലപ്പുഴ തന്നെ കൊണ്ടുപോയി. റാവു എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ് കൊണ്ടുവന്ന് അന്ന് ഓപ്പറേഷൻ ചെയ്തു. അങ്ങനെ അവൻ 9 ദിവസമേ ആസ്പത്രി കിടന്നുള്ളൂ. ആ കുടൽ ശരിക്ക് ഇടേണ്ട പൊസിഷനിലിട്ടു. അതേ പിന്നെ എനിക്ക് വയറ്റ് വേദനയും മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. നാളെ ഇനി ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എനിക്ക് എൻ്റെ ആഗ്രഹം കൊണ്ട്
ആനപ്പണിയിൽ ഇതിനോട് വലിയ സ്നേഹവും താല്പര്യവും ഉള്ളതുകൊണ്ടാണ് ഈ പരിക്കുകളൊക്കെ പറ്റിയിട്ട് പോലും ഈ ആനയിൽ പണിയെടുക്കണം. ആന കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്. ഞാനൊരു ആനക്കാരനാണ്. എനിക്കിതിനെ കൈകാര്യം ചെയ്ത് കൊണ്ടു നടക്കണമെന്നുള്ള ഒരു ആത്മധൈര്യം എൻ്റെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കാനും അങ്ങനെ അതിനെ കൊണ്ടു നടക്കാനുമുള്ളൊരു ധൈര്യവും അതുപോലെ തന്നെ സമാധാനപരമായിട്ട് ജോലി എടുക്കാനുള്ള ഒരു വലിയൊരാഗ്രഹവും എൻ്റെ മനസ്സിൽ. അല്ലാതെ ഞാൻ ഒരിടത്ത് പോയൊരു വഴക്കുണ്ടാക്കാനോ അല്ലെ ആനയായിട്ട് പോയി ഞാൻ ആനക്കാരനാണ്, ഇന്ന പോലാണ്, ഇന്ന രീതിയിലാണ് എന്നുള്ള യാതൊരു ക്രെഡിബിലിറ്റി ഇല്ലാതാണ് ഞാൻ ഈ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നത്.